അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളി പൂരി തയ്യാറാക്കിയെടുക്കാം. അത് മൈദ ഒട്ടും ഉപയോഗിക്കാതെ ഗോതമ്പ് മാവ് കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഒട്ടും കുടിക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. ഞാൻ ഈ ഗോതമ്പ് മാവ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ഇത് കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളവും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ഗോതമ്പ് മാവിനനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം എടുക്കാം. അതിന് ഞാനിവിടെ ആ പൊടി എടുത്തിട്ടുള്ള അതേ അളവിലുള്ള കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത റവയും പഞ്ചസാരയും ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന പൊടിക്കനുസരിച്ച് എത്രയാണോ വെള്ളം അതുപോലെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. എനിക്കിവിടെ 2.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ മാവും കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ചൊന്ന് എണ്ണ തടവി വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൂരിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്ത റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒട്ടും കുടിക്കാത്ത രീതിയിൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് കയ്യിൽ എണ്ണ തേച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്ത റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മീഡിയം സൈസിലുള്ള പൂരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ സൈസിലുള്ള ബോളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൂരിയുടെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതനുസരിച്ച് ബോളിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. ഇപ്പോൾ ബോൾസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഇട്ടതിന് ശേഷം റോളർ ഉപയോഗിച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് ചപ്പാത്തി പ്രസ്സിൽ പരത്തിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ പൊടിയിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചപ്പാത്തി പ്രസ് ഞാനൊരു സുപ്ര ഉപയോഗിച്ച് ഒന്നങ്ങ് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി പ്രസ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും.
ഇനി നമുക്കിത് പരത്തി അങ്ങ് എടുക്കാം. പൂരി പരത്താനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗവിൽ ഓയിൽ ചൂടാക്കാനായിട്ട് വയ്ക്കണം. നല്ല ഡീപ്പായിട്ടുള്ളൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ ഓയിൽ വേണം കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൂരി തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പൂരിയായിട്ടിട്ട് റെഡിയാക്കിയെടുക്കാം. ഓയിലിന് അധികം ഫ്ലെയിം കൂടാനും അതുപോലെ തീരെ കുറയാനും പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ എപ്പോഴും വെച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊന്തി വരുന്നത് വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. അതുപോലെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും എടുക്കണം കേട്ടോ. ഞാനൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ പൂരി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് പതുക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൂരിയും എല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ മാവ് കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ ബാജിയും കൂടി തയ്യാറാക്കും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് എപ്പോഴും ടേസ്റ്റ്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഒട്ടും ഓയിൽ കുടിക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഹംനൂസ് കിച്ചൻ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്